പലപ്പോഴും അതാ പ്രവാസികളായ മക്കളവർ കല്യാണം കഴിച്ചിട്ട് അവരുടെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറെ കാലം കഴിയുമ്പോ ഈ ഉമ്മാനെ ഒന്ന് കൊണ്ടുവരണം എന്ന് മകൾക്കും പൂതി, മരുമകനുക്കും പൂതി. എന്താ പ്രശ്നം? ഉമ്മ ഇവിടെ ഒന്ന് കണ്ടോട്ടെ എന്ന നിലക്ക് കൊണ്ടുവരുന്നവരുണ്ട്, നല്ലത്. പക്ഷേ ഇപ്പൊ മകള് ഗർഭിണിയാണ്. അപ്പൊ പ്രസവമെടുക്കാൻ വേണ്ടി വീട്ടിലൊരാളെ നിർത്തണം. അതിന് വലിയ ചെലവുള്ള കാലമാണ്. എന്നാ പിന്നെ ഉമ്മാനൊന്ന് കൊണ്ടുവരാ. ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ നിങ്ങൾ ഖത്തറൊന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കുവൈത്ത് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ദുബായ് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഒമാന് കണ്ടിട്ടില്ലല്ലോ, ഉമ്മാനെ ഒന്ന് കൊണ്ടുവരണം എന്ന് ഒരുപാട് കാലമായി ഞങ്ങൾക്കൊരു മോഹം. ഉമ്മാ ഒന്നിങ്ങോട്ട് കയറി വരാമോ? പ്രശ്നം എന്താ ഞാൻ പറയണോ? പെണ്ണിന്റെ പ്രസവം നടത്തുന്നതോടനുബന്ധിച്ച് അവിടെ ചില പ്രയാസങ്ങളും തിരക്കുകളും ചില പണികളും ഒക്കെ കൂടുതലുണ്ട്. എന്നാ പിന്നെ ഉമ്മാനെ ഒന്ന് കൊണ്ടുവന്നാലോ? എന്തിനാടോ കൊണ്ടുവരുന്നത്? നീയത്തനുസരിച്ച് റബ്ബ് നിന്നോട് ഇടപെടുന്ന ഞാൻ പറയുന്നത്. കൊണ്ടുവരുന്നത് ആ സ്ത്രീയുടെ, എൻ്റെ ഭാര്യയുടെ ഉമ്മ വന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സമാധാനമുണ്ടാകുമെന്ന ലക്ഷ്യത്തിനാണോ? ഞാൻ എതിർക്കുന്നില്ല, തകരാറൊന്നുമില്ല. പക്ഷേ നീയത്തറിയുന്ന റബ്ബ് വേറെയാണ്. നീയത്തറിയുന്ന റബ്ബ് അവൻ നോക്കുകയാണ് ഈ കൊണ്ടുവരുന്നത് അതിന് തന്നെയാണോ, അതോ അതിൻ്റെ ചെലവ് ചുരുക്കാൻ വേണ്ടി ഒരു സർവന്റിന്റെ ആ പോസ്റ്റിലേക്ക് ഉമ്മാനെ നീ പതുക്കെ വിസിറ്റിൽ ഇങ്ങോട്ട് കയറ്റുകയാണോ? ആലോചിക്കണം, 100 വട്ടം ആലോചിക്കണം. ഉമ്മാനെ കൊണ്ടുവരരുത്, ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ന് ഞാൻ പറഞ്ഞു എന്ന് നാളെ ആരും പറയരുത്. നീയത്ത് പരിഗണിക്കണേ. റഹ്മാനായ റബ്ബിന് നമ്മുടെ ഉദ്ദേശമറിയാം. നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ വേലക്കാരല്ല, നമുക്ക് ഹിദമത്ത് ചെയ്തു തരേണ്ടവരല്ല. നമ്മൾ അങ്ങോട്ട് ഹിദമത്ത് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ പൊന്നുപ്പാക്ക് ഹിദമത്ത് ചെയ്ത് എൻ്റെ പൊന്നുമ്മാക്ക് ഹിദമത്ത് ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തിലെത്തണേ. ആ മോഹം കൊണ്ടാണോ കൊണ്ടുവരുന്നതെങ്കിൽ 1000 വട്ടം സ്വാഗതം. അതല്ല ചുളുവിൽ കാര്യം നേടാനാണോ? ദുന്യാവിൽ വെച്ച് പോലും അനുഭവിക്കാതെ യാത്ര പറയാൻ ആഖിറത്തിലേക്ക് പോകാനൊക്കൂല. വളരെ ഗൗരവത്തോട് പ്രവാസികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.